നമസ്കാരം. ആസാദി നൈറ്റ് ഡിഷിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. സയൻസിന്റെ വെടിക്കെട്ടുമായി കേരള സയൻസ് ലാം. IFFK ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ആൻ ഹൂയിക്ക്. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കും മുഖ്യമന്ത്രി. കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ ആദ്യഘട്ടം ഡിസംബർ 26 മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. വാരണാസിയിൽ റെയിൽവേ സ്റ്റേഷനിൽ വൻ തീപിടുത്തം, 200 വാഹനങ്ങൾ കത്തിനശിച്ചു. ഫേഞ്ചൽ രാത്രിയോടെ തമിഴ്നാട് തീരത്തേക്ക്. അടുത്ത് 3 ദിവസം കനത്ത മഴ. എല്ലാം സജ്ജമെന്ന് സ്റ്റാലിൻ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. യുവശാസ്ത്രജ്ഞർ ഗവേഷണ പ്രൊജക്ടുകൾ അവതരിപ്പിച്ചപ്പോൾ തുറന്നത് അറിവിന്റെ പുത്തൻ ജാലകം. ശാസ്ത്ര സാഹിത്യ പരിഷത്തും ലൂക്കാസ് സയൻസ് പോർട്ടലും ചേർന്നാണ് കണ്ണൂർ സർവകലാശാല പരിസ്ഥിതി പഠന വകുപ്പുമായി സഹകരിച്ച് സയൻസ് ലാം പരിപാടി സംഘടിപ്പിച്ചത്. മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ 20 യുവ ഗവേഷകരാണ് മാതൃഭാഷയിൽ ലളിതമായി 10 മിനിറ്റ് സമയം എടുത്ത് ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചത്. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ സർവകലാശാല പരിസ്ഥിതി പഠന വിഭാഗം മേധാവി ഡോക്ടർ K മനോജ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു, പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ PM സിദ്ധാർത്ഥ്, ലൂക്ക എഡിറ്റർ റിസ്വാൻ എന്നിവർ സംസാരിച്ചു. പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം M ദിവാകരൻ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് K പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു. NCC സ്റ്റോയ് ഡോക്ടർ യദുകൃഷ്ണൻ, ഓഫ് സയൻസ് നയന ദേവരാജ്, P അമ്പിളി, വെങ്കടേഷ് തൃത്താമര, രംഗനാഥൻ എന്നിവർ പാലക്കാട് നടക്കുന്ന സംസ്ഥാന സയൻസ് ലാമിലേക്ക് തെരഞ്ഞെടുത്തു. സമാപന സമ്മേളനത്തിൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ ജോബി J ജോസഫ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഡോക്ടർ TK പ്രസാദ്, ഡോക്ടർ ഗീതാനാഥൻ, D ഗംഗാധരൻ, KV വിനോദ്, PP ബാബു, TP റസീന എന്നിവർ സംസാരിച്ചു. വിധികർത്താക്കളായ പ്രൊഫസർ NK ഗോവിന്ദൻ, ഡോക്ടർ ബ്രിജേഷ്, ഡോക്ടർ സുഗേഷ്, ഡോക്ടർ PR സ്വരൻ, ഡോക്ടർ സുധ എന്നിവർ അവതരണങ്ങളെ കുറിച്ച് സംസാരിച്ചു. യുവസമിതി കൺവീനർ അഭിരാഗ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി PT രാജേഷ് നന്ദിയും പറഞ്ഞു. പുതിയ കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഗവേഷണങ്ങൾ ലളിതവും സരസവുമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കഴിവ് ശാസ്ത്ര ഗവേഷകരിൽ വളർത്തിയെടുക്കുക, ശാസ്ത്രം ജനപ്രിയമാക്കുക എന്നിവയാണ് സയൻസ് ലാമിന്റെ ലക്ഷ്യം. ഗവേഷക വിദ്യാർത്ഥികളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം 350-ലധികം പേർ പരിപാടിയിൽ പങ്കെടുത്തു. നേരത്തെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ സയൻസ് ലാബ് നടന്നിരുന്നു. 4 കേന്ദ്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ഗവേഷകരുടെ ഫൈനൽ അവതരണം ഡിസംബർ 14 പാലക്കാട് IIT നടക്കും. സംസ്ഥാനത്ത് ആദ്യമായാണ് സയൻസ് ലാബ് നടക്കുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ ശാസ്ത്രജ്ഞരും പൊതുജനങ്ങളും യുവ ഗവേഷകരും സംവദിച്ചു. സയൻസ് ലാമിൽ പുത്തൻ ആശയങ്ങളുമായി 20 ഗവേഷകർ. ലൂക്കർ സയൻസ് മാഗസീനും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ചേർന്ന് കണ്ണൂർ സർവകലാശാല പരിസ്ഥിതി വിഭാഗത്തിന്റെ സഹകരണത്തോടെ നടത്തിയ സയൻസ് ലാമിൽ 20 യുവ ഗവേഷകർ അവതരണം നടത്തി. നമുക്ക് വേമ്പനാട് കായലിൽ ഒരു വാട്ടർ കളറിംഗ് മത്സരം. കണ്ടൽക്കാടുകളും കാർബൺ സംഭരണവും. ശ്വേത മാധവൻ. സസ്യലോകത്തെ സൺസ്ക്രീൻ ഉൽപാദനവും നിയന്ത്രണവും. ഡോക്ടർ യദുകൃഷ്ണൻ. ആകർഷികതയെയും ആകർഷകമാക്കുന്നു. നയന ദേവരാജ്. പക്ഷാഘാതം വൈകല്യങ്ങൾ മറികടക്കാൻ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ റിനി PG. ഒരു കൊച്ചു സഞ്ചാരിയുടെ കഥ. രമ്യ വേണുഗോപാൽ, മാനന്തവാടി. കണ്ടൽക്കാടുകളുടെ പോഷക ചക്രങ്ങൾ. ഹരിപ്രിയ. വ്യാവസായിക മലിനജല ശുദ്ധീകരണത്തിൽ ഹരിതലയനങ്ങളുടെ സാധ്യതകൾ. ഡോക്ടർ സജിൻ പ്രഭ, പടിഞ്ഞാറ്റക്ക്. കേരളത്തിന്റെ തിരമാലകളുടെ റിസ്ക് അസസ്മെന്റ്. അനഘ. ഭ്രമണചലനം വിത്തുകൾ. ദൃശ്യ VV. മലബാർ ചീരയുടെ ചികിത്സാ ഗുണനിലവാരം വിലയിരുത്തലും ന്യൂട്രിസ്യൂട്ടിക്കൽ വികസനം. ഗായത്രി ദേവി. കളകൾ കളയാൻ വരട്ടെ, കളങ്ങളാക്കി കൂടെ കൂട്ടാം. ബീഗം സാലിയ. കളകളിൽ നിന്നും പ്രകൃതി ഔഷധം വികസനത്തിന്. ശ്രീലക്ഷ്മി. സാമ്പാർ ചീര കോപ്പർ മലിനീകരണത്തിന് ഉള്ള ഒരു സുസ്ഥിരമായ ചുവടുവയ്പ്. സഞ്ജന സുരേഷ്. കുട്ടനാട്ടിലെ ആമ്പൽ വസന്തം ഒരു അന്വേഷണം. അൻഷാദ് M. ജവഹർലാൽ നെഹ്റു റിസർച്ച് സെന്റർ, ഇൻസ്റ്റിറ്റ്യൂട്ട്, തിരുവനന്തപുരം. കൃഷിയിടങ്ങളിലെ പക്ഷിശല്യം ഒഴിവാക്കാൻ അധിഷ്ഠിതമായ സാങ്കേതിക വിദ്യ. ജോൺസൺ. പണ്ടേ പൊട്ടും പൊട്ടുവെള്ളരി. ലിജ M. മനുഷ്യ ഇടപെടലുകളും മാന്നാർ ഉൾക്കടലിലെ ആവാസ വ്യവസ്ഥകളും. ജഗിൻ ദേവ. പച്ചയും നീലയും ഒരു അതിജീവനത്തിന്റെ കഥ. അമ്പിളി എന്നീ യുവ ഗവേഷകരാണ് അവതരണം നടത്തിയത്.
മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗരീതിയാണ് എന്തെന്ന് പറയുന്നത്, ഫൈറ്റോ റെമഡിയേഷൻ എന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ കഥ നടക്കുന്നത്. അപ്പൊ നമ്മൾ നായികേനി പരിചയപ്പെട്ടു അല്ലെ. മറ്റൊരു കാര്യമുണ്ട് കേട്ടോ, ഇവ രണ്ടാളും തമ്മിൽ മുന്നേ ഒരു ചെറിയ പരിചയമുണ്ട്. എങ്ങനെയാണെന്നല്ലേ, നമ്മുടെ സസ്യങ്ങളിൽ നടക്കുന്ന പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ, അറിയില്ലേ? അതായത് ഇലകളിൽ വെച്ചിട്ട് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്. സംസ്ഥാനത്തെ ആദ്യ നദി പുനരുജ്ജീവന പദ്ധതിയായ കാന്നാമ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ 1ാം ഘട്ടം ഡിസംബർ 26 രാവിലെ 10 മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിപുലമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഹരിത കേരള മിഷൻ ഓഫീസർ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. പദ്ധതി കൺവീനർ എൻ ചന്ദ്രൻ കരട് രേഖ അവതരിപ്പിച്ചു. ഹരിത കേരള മിഷൻ സംസ്ഥാന അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടി.പി. സുധാകരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുണ്ടേരി പഞ്ചായത്തിലെ അയ്യപ്പൻമലയിൽ നിന്നും ആരംഭിച്ച് അറബിക്കടലിൽ ചേർന്ന കാനാമ്പുഴ വീണ്ടെടുക്കാൻ പുനരുജ്ജീവന സമിതിയും ഹരിത കേരള മിഷനും ജലസേചന വകുപ്പും മറ്റ് വിവിധ വകുപ്പുകളും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഫലപ്രാപ്തിയിൽ എത്തുന്നത്. സംഘാടക സമിതി യോഗം ഡിസംബർ 2 ചേരും. ഡിസംബർ 8 പ്രാദേശിക സമിതി യോഗങ്ങൾ പൂർത്തിയാക്കും. ഡിസംബർ 15 ജനകീയ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കും. കാനാമ്പുഴ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങളും തുടർപ്രവർത്തനങ്ങളും ഉൾച്ചേർത്തുകൊണ്ടുള്ള ജനകീയ സെമിനാർ ചൊവ്വാഴ്ച ബാങ്ക് ഹാളിൽ ഡിസംബർ 24 നടത്തും. ഡിസംബർ 24, 25, 26 തീയതികളിൽ കാനാമ്പുഴ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിക്കും. 29ാമത് IFFKയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം വിഖ്യാത ഹോങ്കോങ് സംവിധായകനും തിരക്കഥാകൃത്തും നിർമ്മാതാവും നടിയുമായ ആൻ ഹുയിക്ക് 10 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡിസംബർ 13 വൈകിട്ട് 6 മണിക്ക് നിശാഗന്ധിയിൽ നടക്കുന്ന മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും. ആൻ ഹുയിയുടെ 5 സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും. ഏഷ്യയിലെ വനിതാ സംവിധായകരിൽ പ്രധാനിയായ ആൻ ഹുയി ഹോങ്കോങ് നവതരംഗ പ്രസ്ഥാനത്തിന്റെ മുഖ്യ പ്രയോക്താക്കളിൽ ഒരാളാണ്. അരനൂറ്റാണ്ടുകാലമായി ഹോങ്കോങ്ങിലെ സ്ത്രീകളുടെ ദൈനംദിന ജീവിതത്തിന്റെ ആവിഷ്കാരങ്ങളിലൂടെ സാമൂഹിക പ്രശ്നങ്ങളെ അവതരിപ്പിക്കുകയാണ് 77-കാരിയായ സംവിധായക. ഹോങ്കോങ് നവതരംഗ മുന്നേറ്റത്തിന് സ്ത്രീപക്ഷ കാഴ്ചപ്പാട് പകർന്നു നൽകിയത് ആൻ ഹുയി ആണ്. ഏഷ്യൻ സംസ്കാരങ്ങളിലെ വംശീയത, ലിംഗവിവേചനം, ബ്രിട്ടീഷ് കോളനി എന്ന നിലയിൽ നിന്നും ചൈനയുടെ പരമാധികാരത്തിനു കീഴിലേക്കുള്ള ഹോങ്കോങ്ങിന്റെ ഭരണമാറ്റം, ജനജീവിതത്തിൽ സൃഷ്ടിച്ച പരിവർത്തനങ്ങൾ, കുടിയേറ്റം, സാംസ്കാരികമായ അന്യവൽക്കരണം എന്നിവയാണ് ആൻ ഹുയി സിനിമയുടെ മുഖ്യ പ്രമേയങ്ങൾ. 1979 സംവിധാനം ചെയ്ത ദ സ്ക്രിപ്റ്റ് ആണ് ആദ്യ ചിത്രം. തുടർന്ന് 26 ഫീച്ചർ സിനിമകളും 2 ഡോക്യുമെന്ററികളും നിരവധി ഹ്രസ്വചിത്രങ്ങളും സംവിധാനം ചെയ്തു. കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ആൻ ഹുയിയുടെ സിനിമകൾ മുൻനിര ചലച്ചിത്രമേളകളിൽ ഇടം പിടിച്ചിരുന്നു. ബോട്ട് പീപ്പിൾ, സോങ് ഓഫ് എക്സൈൽ എന്നിവ കാൻ ചലച്ചിത്രമേളയും സമൻ സ്നോ, ഓർഡിനറി ഫിറോസ് എന്നിവ ബെർലിൻ ചിത്രമേളയിലും എ സിമ്പിൾ ലൈഫ്, ദ ഗോൾഡൻ ഇറ എന്നിവ വെനീസ് ചലച്ചിത്രമേളയിലും പ്രദർശിപ്പിച്ചു. ഹോങ്കോങ് ഫിലിം അവാർഡിൽ മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം 6 തവണ നേടിയ ഏക ചലച്ചിത്ര പ്രതിഭയാണ് ആൻ ഹുയി. എയ്ഡ്സ് ദിനാചരണം നടത്തി. കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ കീഴിലെ സ്നേഹതീരം MSM സുരക്ഷ പ്രോജക്ട് സംഘടിപ്പിച്ച എയ്ഡ്സ് ദിന പരിപാടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. പ്രോജക്ട് ഡയറക്ടർ T. അഭിലേഷ് അധ്യക്ഷനായി. പ്രോജക്ട് മാനേജർ സ്നേഹ P. രമ്യ രഞ്ജിത്ത്, ലോറൻസ് P. അമൃത K, ജില്ലാ പഞ്ചായത്ത് മെഗ്ഡറ്റ് സുരക്ഷാ പ്രോജക്ട് മാനേജർ നമിത CA എന്നിവർ സംസാരിച്ചു. സൗജന്യ HIV നിർണയ ടെസ്റ്റ്, ലഘുലേഖ, റിബൺ വിതരണം, എയ്ഡ്സ് ദിന പ്രതിജ്ഞ, സംശയ ദൂരീകരണം എന്നിവ നടത്തി. തെങ്ങ് വീണ് 10 വയസ്സുകാരന് ദാരുണാന്ത്യം. കണ്ണൂർ പഴയങ്ങാടിയിൽ തെങ്ങു വീണ് 10 വയസ്സുകാരൻ മരിച്ചു. മുട്ടം കക്കാടപ്പുറം സ്വദേശി മൻസൂർ സമീറ ദമ്പതികളുടെ മകൻ സിനാലാണ് മരിച്ചത്. വീടിന് സമീപത്ത് JCB ഉപയോഗിച്ച് തെങ്ങ് പിഴുതുമാറ്റുന്നതിനിടെയാണ് അപകടം. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് വ്യക്തമായ പശ്ചാത്തലത്തിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. തട്ടിപ്പ് കാണിച്ചവർക്കെതിരെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടിയെടുക്കും. കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കും. അനർഹർ കൈയറക്കുന്നത് സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. അനർഹമായി പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർ അല്ലാത്തവർക്കെതിരെയും നടപടിയുണ്ടാകും.
ട്രെയിനിൽ നിന്നും ചാടി ഇറങ്ങുന്നതിനിടെ പാളത്തിൽ വീണ് യുവാവ് മരിച്ചു. ട്രെയിനിൽ നിന്നും ചാടി ഇറങ്ങുന്നതിനിടെ പാളത്തിലേക്ക് വീണ് ഇതര സംസ്ഥാനക്കാരനായ യുവാവ് മരിച്ചു. രാജസ്ഥാൻ സ്വദേശിയായ അശോക് 31 മരിച്ചത്. പുലർച്ചെ വരാവൽ തിരുവനന്തപുരം എക്സ്പ്രസ് ട്രെയിനിൽ നിന്നിറങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. കുണ്ടറയിൽ കേരള വിഷൻ കേബിൾ ഡിസ്ട്രിബ്യൂഷൻ ജീവനക്കാരനായിരുന്നു അശോക് കുമാർ. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഭാവനയിൽ പരിമിതിയില്ലാതെ അവർ പറന്നു കടന്നു. വിഴിഞ്ഞം സ്വദേശി രാകേഷും പയ്യന്നൂർ കോറം സ്വദേശി അബിയും ജന്മ ചലനശേഷി പരിമിതപ്പെട്ടവരാണ് ഇരുവരും. 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾക്കായി ചിത്രം വരയ്ക്കുകയാണ്. ഇവരെ കൂടാതെ 22 കുട്ടികൾ കൂടിയുണ്ട്. പൂജപ്പുരയിലെ SCRTയുടെ ഹാളിൽ ഇതിനായി ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇതാദ്യമായാണ് പാഠപുസ്തകങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് ചിത്രം വരപ്പിക്കുന്നത്. കുട്ടികൾ വരയ്ക്കുന്നു. പാഠപുസ്തക ചിത്രങ്ങൾ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 9 ഭിന്നശേഷിക്കാരായ കുട്ടികളും വിവിധ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്നുമുള്ള 15 ആദിവാസി കുട്ടികളും 2 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്തു. കുട്ടികളുമായി നടത്തിയ സംഭാഷണത്തിൽ നിന്നാണ് പാഠപുസ്തകങ്ങളിൽ അവർ വരച്ച ചിത്രങ്ങൾ ഉൾപ്പെടുത്താനുള്ള ആശയത്തിന്റെ തുടക്കമെന്ന് SCRT ഡയറക്ടർ RK ജയപ്രകാശ് പറഞ്ഞു. ആദ്യഘട്ടമെന്ന നിലയിൽ കഴിഞ്ഞ വർഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് ലഭിച്ച കുട്ടികളുടെ ചിത്രങ്ങൾ പരിശോധിച്ചു. മികച്ച ചിത്രങ്ങളായിരുന്നു എല്ലാം. അങ്ങനെയാണ് അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകങ്ങളിൽ കുട്ടികൾ വരച്ച ചിത്രം ഉൾപ്പെടുത്തണമെന്നതും അദ്ദേഹം പറഞ്ഞു. വാരണാസിയിൽ റെയിൽവേ സ്റ്റേഷന് സമീപം വൻ തീപിടുത്തം. 200 ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. വാരണാസിയിലെ കാന്ത് റെയിൽവേ സ്റ്റേഷൻ പാർക്കിങ്ങിലാണ് സംഭവം. ശനിയാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. 12ഓളം ഫയർ എഞ്ചിനുകൾ എത്തി 2 മണിക്കൂറോളം എടുത്താണ് തീയണച്ചത്. റെയിൽവേ പോലീസും RPFും സ്ഥലത്തുണ്ട്. സംഭവത്തിൽ ആളപായമില്ല. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിരീക്ഷണം. ബൈക്കുകൾക്കൊപ്പം സൈക്കിളുകളും കത്തിനശിച്ചു. റെയിൽവേ ജീവനക്കാരുടേതാണ് കത്തിനശിച്ച വാഹനങ്ങൾ. K പ്രഭാകരനെ അനുസ്മരിച്ചു. കൂടാളി പഞ്ചായത്തിലാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം വിപുലപ്പെടുത്തിയതിൽ ജീവിതകാലം മുഴുവൻ അഹോരാത്രം പ്രവർത്തിച്ച K പ്രഭാകരന്റെ 5ാമത് ചരമവാർഷികം ആചരിച്ചു. രാവിലെ CPM കൂടാളി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പ്രഭാതഭേരിയും സംഘടിപ്പിച്ചു. E സജീവൻ, P പ്രസാദ്, PP നൌഫൽ, P പത്മനാഭൻ, K മോഹനൻ, N രാജൻ എന്നിവർ സംസാരിച്ചു. വൈകിട്ട് ടൗൺ സ്ക്വയറിൽ മാറുന്ന കാലത്ത് മാർക്സിസത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിതീഷ് നാരായണൻ പ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം NV ചന്ദ്രബാബു, E സജീവൻ, PP നൌഫൽ എന്നിവർ സംസാരിച്ചു. കരോക്കെ ഗാനമേളയും ഉണ്ടായി. തൊഴിലാളികളുണ്ടോ, എവിടെയെല്ലാം അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യരുണ്ടോ, എവിടെയെല്ലാം ചൂഷണമുണ്ടോ, എവിടെയെല്ലാം വേദനകളുണ്ടോ, എവിടെയെല്ലാം കണ്ണീരുകളുണ്ടോ, അവിടെയെല്ലാം അതിനെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള മനുഷ്യന്റെ ഒരു കരുത്തായിട്ട് പ്രിയപ്പെട്ടവരെ, ഈ മാർക്സിസത്തിന്റെ വർഗസമരത്തിന്റെ ആശയധാര ഈ ഭൂമുഖത്ത് ഒരു ജാലിയായിട്ട് ബാക്കിയാവുക തന്നെ ചെയ്യും എന്ന വ്യത്യാസത്തോടു കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെ അഭിവാദ്യം ചെയ്ത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. പോസ്റ്റർ പ്രകാശനം ചെയ്തു. അഴീക്കോട് ചാൽ ബീച്ച് ഫെസ്റ്റിവൽ 2024-25 പോസ്റ്റർ പ്രകാശനം അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജീഷ് നിർവഹിച്ചു. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് അഷ്റഫ്, സംഘാടക സമിതി ചെയർമാൻ E ശിവദാസൻ, ഷിസിൽ തേനായി, പ്രജോഷ് K, ഷിൻജു പീറ്റ തുടങ്ങിയവർ പങ്കെടുത്തു. സംഘാടക സമിതി ഓഫീസ് നാളെ ഉദ്ഘാടനം. നാളെ വൈകുന്നേരം 6:30 ചാൽ ബീച്ചിൽ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട്ടിൽ ഫെയിൻചൽ ചുഴലിക്കാറ്റ്. തമിഴ്നാട് തീരം തൊടാൻ മണിക്കൂറുകൾ മാത്രം. കനത്ത കാറ്റും മഴയും വെള്ളക്കെട്ടുമാണ് ചെന്നൈയിലുള്ളത്. ഇന്ന് രാത്രിയോടെ ചുഴലിക്കാറ്റ് തീരത്തെത്തുമെന്ന് തമിഴ്നാട് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇന്ന് രാത്രിയോടെ ചുഴലിക്കാറ്റ് തീരത്തെത്തുമെന്ന് തമിഴ്നാട് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. സംസ്ഥാന കനത്ത ജാഗ്രതയിലാണ്. കടൽ പ്രക്ഷുബ്ധമായി തുടരുന്നു. ഉയർന്ന തിരമാലകൾ ഉണ്ടാകുന്നത് ചെന്നൈ, ചെങ്കൽപ്പെട്ട്, കാഞ്ചീപുരം ജില്ലകളിലെല്ലാം കനത്ത കാറ്റ് വീശുന്നത്. കാറ്റിന്റെ വേഗം വർദ്ധിക്കുമെന്നാണ് പ്രവചനം. കനത്ത മഴ പെയ്യുമെന്നും മുന്നറിയിപ്പുണ്ട്. മഴ ചെറുതായി ഇടയ്ക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും കാറ്റ് തുടരുകയാണ്. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് എല്ലായിടത്തും. കാറ്റ് തീരത്തേക്ക് അടുക്കുന്നതോടെ മഴ ശക്തമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 22 വിമാന സർവീസുകൾ ചെന്നൈയിൽ റദ്ദാക്കി. വിമാനത്താവളങ്ങൾ ഇന്ന് തുറക്കില്ല.
ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രി കൺട്രോൾ റൂമിൽ നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തി. MLA-മാർ, MP-മാർ, കൗൺസിലർമാർ തുടങ്ങിയ മുഴുവൻ പ്രതിനിധികളോടും നേരിട്ട് രംഗത്തിറങ്ങി രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.